ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സിംഗിൾ ഫേസിൽ വരുന്ന 16 വേയുടെ ഡി ബിനെ കുറിച്ചിട്ടും അതിൻ്റെ കണക്ഷൻസും ഐസൊലേറ്റർ, RCCB, MCB, അതിൻ്റെ ആംബിയറുകൾ, എർത്ത് റോഡ്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രൽ ലിങ്ക്, ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കി അറിയാൻ പറ്റും, ഐസൊലേറ്ററിലേക്കാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്ന് സപ്ലൈ വരുന്നത്. ഫേസും ന്യൂട്രും വരുന്നുണ്ട്. അതിനുശേഷം വരുന്നത് നേരെ സ്വിച്ചിങ് ചെയ്തതിന് ശേഷം, അതായത് ഐസൊലേറ്റർ നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് നേരെ വരുന്നത് RCCBയിലേക്കാണ് വരുന്നത്. പിന്നെ അതിനുശേഷം നേരെ വരുന്നത് MCBകളിലേക്കാണ്, സർക്യൂട്ടുകളിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, അതായത് DB ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എല്ലാ സർക്യൂട്ടിൽ നിന്നും എർത്തുകളെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം എർത്ത് റോഡിൽ കണക്ട് ചെയ്തു. അതിനുശേഷം ന്യൂട്രലുകളെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീറ്റായിട്ട് ഒരു സൈഡിലൂടെ ഒതുക്കി കൊന്നതിന് ശേഷം ന്യൂട്രൽ ലിങ്കിലേക്കും കണക്ട് ചെയ്തു. അതായത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീറ്റായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് കൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ലൈറ്റ് തെളിയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് വയറ് കാര്യങ്ങളെല്ലാം തന്നെ ടൈറ്റ് ചെയ്ത് വലിക്കാതിരിക്കുക. പിന്നെ വരുന്ന സെക്ഷനാണ് നമ്മുടെ ഇൻവെർട്ടർ സെക്ഷൻ. ഇൻവെർട്ടർ സെക്ഷൻ്റെ എല്ലാ സെക്ഷനിൽ നിന്നുമുള്ള ഇൻവെർട്ടറുകളെല്ലാം കണക്ട് ചെയ്ത് 2 MCB അതിനുവേണ്ടി സെപ്പറേറ്റ് മാറ്റി കൊടുത്തു. അതായത് ഈ കാണുന്ന MCB ഉണ്ടോ, ആദ്യത്തെ MCB, അവസാനത്തെ MCB ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ MCB നമ്മൾ കൊടുത്തിരിക്കുന്നത് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് 2 MCB മസ്റ്റായിട്ട് നമ്മൾ ഇൻവെർട്ടറിന് കൊടുക്കുന്നത് നല്ലതാണ്. ചാർജിങ്ങിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഔട്ട് വരുന്നതിന് സെപ്പറേറ്റ് MCBയിലാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ന്യൂട്രും ആദ്യം ഐസൊലേറ്ററിലേക്കാണ് വന്നത്. ഐസൊലേറ്ററിലേക്ക് ന്യൂട്രും ഫേസും വന്നു. അതിനുശേഷം നമ്മൾ ഓൺ ഓഫ് ബട്ടൺ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടിൻ്റെയും കൂടി ഒറ്റ ലിവറായിട്ടാണ് വരുന്നത്. കണ്ടോ, ഐസൊലേറ്റർ രണ്ടിൻ്റെയും കൂടി ഒറ്റ ലിവറായിട്ടാണ് വരുന്നത്. നമ്മൾ മാക്സിമം ഒരു 40 ആംപിയർ ടു 63 ആംസ് വരെ കൊടുക്കാറുണ്ട്. അത് നേരെ ഔട്ട് വന്നു, നേരെ നമ്മുടെ RCCBയുടെ ഇന്നിലേക്കാണ് വരുന്നത്. ചില RCCBകളുടെ ഇന്നെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എല്ലാ RCCBയിൽ ഇന്ന് മാർക്ക് ചെയ്യാറില്ല. ചില RCCBയുടെ ഇന്നെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. വി ഗാർഡ് പോലുള്ള കമ്പനികളിലാണ് ഇന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഔട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ഔട്ട് ഇതുപോലെ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒറ്റ നീലബട്ടൺ കണ്ടോ, ആ നീലബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഔട്ട് കറക്റ്റ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ വരുന്ന MCBകളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ MCB നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട് ആയതുകൊണ്ടും നമ്മൾ അതിലേക്ക് ലിങ്ക് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാം ലിങ്കർ ഇട്ടിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിങ്കർ ഇട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. കാരണം MCB എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളായി കഴിഞ്ഞാൽ മൊത്തം അഴിക്കേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ വയറിട്ട് നമുക്ക് ഓരോന്ന് വയറിട്ട് ലിങ്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ നീറ്റ് ലിങ്കർ ഇട്ട് കമ്പനി തരുന്ന ലിങ്കർ ഇട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കിൻ്റെ ഭാരം നോക്കുന്നേക്കാൾ നല്ലത് വയറുകൾ ഞാണ്ട് കിടന്ന് ഒരുപാട് ഓവറായിട്ട് വരുന്ന ഡിസ്റ്റർബൻസും ഇൻഡക്ഷൻ കറണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഓരോ വയറിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് MCBയിൽ കംപ്ലൈൻ്റ് ആവുമ്പോൾ മാറ്റാൻ എളുപ്പമായിരിക്കും. പക്ഷേ ആ ഓരോ വയറിലും വരുന്ന ഇൻഡക്ഷൻസ് മറ്റ് വയറുകളിലേക്ക് ഇൻഡക്ഷൻസ് ബാധിക്കാനും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരവസ്ഥ മിക്ക വീടുകളിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നു കഴിഞ്ഞാലും LED ബൾബുകൾ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അതങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ടൈറ്റ് വയറിങ്ങിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വർക്കിൻ്റെ ഭാരത്തേക്കാൾ ഉപരി നമുക്ക് എപ്പോഴും DB എപ്പോഴും നീറ്റായിട്ടിരിക്കണം. DB നമ്മൾ അഴിച്ചു കഴിയുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് മെയിൻറ്റെനൻസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.